പക്ഷേ ഇപ്പോൾ ഇ പാസ് സംവിധാനമാണ് അവിടെ വന്നിരിക്കുന്നത്. അതോടെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും ഒക്കെയുള്ള സഞ്ചാരികളുടെ ഒഴുക്കിന് ഒരു കുറവുണ്ടായിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഊട്ടിയിൽ മെയ് മാസത്തിൽ ദിവസേന ശരാശരി 20,000-ഓളം സഞ്ചാരികൾ വരാറുണ്ടായിരുന്നതാണ്. ഇ പാസ് നിർബന്ധമാക്കിയതോടെ ഇത് ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. കൊടൈക്കനാലിൽ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഇ പാസ് ഏതായാലും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നാട്ടിലെങ്ങും വേനൽ ചൂട് കത്തിക്കയറിയപ്പോൾ ആശ്വാസം തേടി വലിയൊരു ഭാഗം മലയാളികളും വണ്ടി പിടിച്ചത് നേരെ ഊട്ടിക്കാണ്. മുൻപൊന്നുമില്ലാത്ത തരത്തിൽ ഊട്ടിയിൽ സഞ്ചാരികൾ നിറഞ്ഞതോടെയാണ് ഇ പാസ് ഏർപ്പെടുത്തി സന്ദർശകരുടെ എണ്ണം നിയന്ത്രിച്ചത്. ഇ പാസ് നിർബന്ധമാക്കിയതോടെ സഞ്ചാരികൾ പകുതിയായി കുറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി സഞ്ചാരികൾ നന്നേ കുറഞ്ഞുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഊട്ടി ഉൾപ്പെടെ നീലഗിരി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് ഏർപ്പെടുത്തിയ ഇ പാസ് സംവിധാനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വരെ 3,17,102 പേർ രജിസ്റ്റർ ചെയ്തിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മെയ് 7 മുതൽ ജൂൺ 30 വരെയാണ് ഇ പാസ് നിർബന്ധമാക്കിയത്. വിനോദസഞ്ചാരികളെ മേട്ടുപ്പാളയം, ഗൂഢലൂർ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് പരിശോധിച്ച് ഇ പാസ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് കടത്തിവിടുക. ഇ പാസ് സംവിധാനം ഏകോപിപ്പിക്കുന്നതിന് കലക്ടറേറ്റിൽ ഒരു ഡെപ്യൂട്ടി കലക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രതീക്ഷയോടെ സീസണെ വരവേറ്റിരുന്ന ഹോട്ടൽ, കോട്ടേജ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ. ഇ പാസിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ജില്ലയിലേക്ക് എത്ര പേർ വരുന്നുണ്ട്, വാഹനങ്ങളുടെ എണ്ണം തുടങ്ങിയ വിവരശേഖരണമാണ് ഇ പാസിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വിവരങ്ങൾ വിദഗ്ധ സംഘം പഠനത്തിനുപയോഗിച്ച് വരും വർഷങ്ങളിലാകും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതുവരെ സഞ്ചാരികൾക്ക് ആശ്വസിക്കാം. സർക്കാർ ബസ്സുകളിലും ട്രെയിനുകളിലും എത്തുന്ന സഞ്ചാരികൾക്ക് ഇ പാസ് ആവശ്യമില്ല. അപേക്ഷിച്ച എല്ലാവർക്കും പാസ് നൽകുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ epass.tnega.org എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.